ഒരു മനുഷ്യന് ഏകദേശം ഏറ്റവും കുറഞ്ഞത് 30,000 ചിന്തകളെങ്കിലുമാണ് ഒരു ദിവസം ചിന്തിച്ചു കൂട്ടുന്നത്. അതിൽ മുന്നോട്ട് പോകും 40,000, 50,000, പലരും ചിലപ്പോൾ ലക്ഷക്കണക്കിന് ചിന്തകളായിരിക്കും ഒരു ദിവസം ചിന്തിക്കുന്നത്. ഈ ചിന്തകളിൽ ഭൂരിഭാഗം ചിന്തകളും ടോക്സിക് ആയിട്ടുള്ള ചിന്തകളാകുന്നുവെങ്കിൽ, കേടുവരുത്തുന്ന, അപകടകരമാകുന്ന, നിഷേധാർത്ഥകമാകുന്ന ചിന്തകളാകുന്നുവെങ്കിൽ അത് നമ്മുടെ വ്യക്തിത്വത്തിന് വല്ലാത്ത കേടുകൾ കൊണ്ടുവരും. ചിന്തകൾക്കൊരു പ്രത്യേകതയുണ്ട്. ചിന്തകൾക്ക് വികാരങ്ങളെ പുറപ്പെടുവിക്കുവാൻ കഴിയും. മനസ്സ് ചിന്തകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ആ ചിന്തകൾക്ക് നമ്മുടെ വികാരങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയും. നമ്മുടെ പ്രാണനിൽ പ്രധാനമായിട്ടും മനസ്സുണ്ട്, വികാരങ്ങളുണ്ട്, ഇച്ഛാശക്തിയുണ്ട്. മനസ്സ് ചിന്തകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ആ ചിന്തകൾക്ക് നമ്മുടെ വികാരങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയും. ചിന്തകൾ വികാരങ്ങളെ പുറപ്പെടുവിക്കുന്നു. വ്യത്യസ്തമാകുന്ന വികാരങ്ങൾ. സന്തോഷമുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സ് പുറപ്പെടുവിക്കുന്നത് എങ്കിൽ വികാരത്തിൽ അത് സന്തോഷത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. അവിടെ ആ ചിന്തയും വികാരവും ചേരുകയാണ്. ആ ചിന്തയും വികാരവും ചേരുമ്പോൾ അതിന് വേണമെങ്കിൽ ഒന്നുകിൽ സംസാരമായി തീരുവാൻ കഴിയും, അല്ലെങ്കിൽ അതിന് പ്രവൃത്തിയായി തീരുവാൻ കഴിയും, അതുമല്ലെങ്കിൽ അതിന് സങ്കല്പമായി തീരുവാൻ കഴിയും, അല്ല എങ്കിൽ ആ ചിന്തയെ നമുക്ക് ഇല്ലാതാക്കി കളയുവാൻ കഴിയും. ആ ചിന്തകൾക്ക് സ്പീച്ചായി തീരുവാനുള്ള സാധ്യതയുണ്ട്. ആ ചിന്തകൾക്ക് ആക്ഷനായി തീരുവാനുള്ള സാധ്യതയുണ്ട്. ആ ചിന്തകൾക്ക് ഇമാജിനേഷനായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. അല്ല എങ്കിൽ ആ ചിന്തകളെ നമുക്ക് അബോർട്ട് ചെയ്ത് കളയുവാൻ, ഇല്ലാതെയാക്കി കളയുവാൻ കഴിയും. നിഷേധാർത്ഥകമാകുന്ന ചിന്തകൾ വരുമ്പോൾ തന്നെ അതിനെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രാപ്തി പ്രാപിച്ചെടുക്കണം.